ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പോയാലോ. ഫസ്റ്റ് പോയിന്റ് ഈസ്, നമ്മൾ ഈ ലീഡേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചെറുതാണ് എന്ന് നമുക്ക് തോന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു പൂജ്യമാണ്, അല്ലെങ്കിൽ ഞാനൊരു സീറോ ആണ്, എനിക്കൊരു കഴിവുമില്ല, എന്നെക്കൊണ്ട് ഒന്നിനും ആകില്ല. അങ്ങനെ ഒരുപാട് തോട്ട്സ് നമ്മുടെ മൈൻഡിലൂടെ പോകും. അതിലുപരി ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ എനിക്കെന്തോ ഒരു കഴിവുണ്ട്, അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് അവർ നമുക്ക് നൽകും. അതാണ് അവരുടെ ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് തോന്നും. അവരൊരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യില്ല, നമ്മളുടെ മതമോ നമ്മുടെ വേഷമോ ഒന്നും അവർ നോക്കില്ല. ഒരിക്കലും ഒരു ചാരി കസേരയിലിരുന്ന് ഞാനാണ് ഇവിടുത്തെ ആൾ, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് ആജ്ഞാപിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെയുള്ളവർക്ക് ഏത് പ്രതിസന്ധിയിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം നൽകുന്നവരാണ് യഥാർത്ഥ ലീഡേഴ്സ്, ഗ്രേറ്റ് ലീഡേഴ്സ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ്, നമ്മൾ ഇപ്പോൾ ഡെസ്പായിട്ടിരിക്കുകയാണ്, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും, ഒരു കൈ നമ്മുടെ തോളത്ത് തട്ടുക, സാരമില്ലട പോട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം, അങ്ങനെ പറയുന്ന ഒരു വാക്ക് മതിയില്ലേ. അധികാരത്തെക്കാളും പണത്തെക്കാളും സ്നേഹത്തിന് വിലയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഗ്രേറ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ലീഡേഴ്സ് ആകണം? ഒരിക്കലും നിങ്ങളുടെ പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരമോ കണ്ടല്ല മറ്റുള്ളവരെ നിങ്ങൾ ഓർക്കേണ്ടത്, മറ്റുള്ളവരല്ലെങ്കിൽ നിങ്ങൾ വിലയിരുത്തേണ്ടത്. നിങ്ങൾ അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ രീതി, നിങ്ങൾ ഒരു പുഞ്ചിരിയോടാണ് അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ ഓരോ ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു ശൈലിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ ആകണം മറ്റുള്ളവർ നിങ്ങളെ ഓർക്കേണ്ടത്. അവർ നിങ്ങളെ വിലയിരുത്തുക. ഒരിക്കലും നിങ്ങൾ വലിയ സമ്പന്നനാണ്, നിങ്ങളെ കാണാൻ വലിയ രസമുണ്ട്, അതിൽ നിന്നൊന്നും മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തില്ല. നിങ്ങളുടെ സ്വഭാവ ഗുണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ആകർഷിച്ച കാര്യം, അതനുസരിച്ചാണ് അവർ നിങ്ങളെ വിലയിരുത്തുക. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ചെറിയ അല്ലെങ്കിൽ ചില സ്പെഷ്യൽ പേഴ്സൺസ് ഉണ്ടാകും. ആ സ്പെഷ്യൽ പേഴ്സൺസ്, നിങ്ങളെന്താണ് അവരെ സ്പെഷ്യൽ പേഴ്സൺസ് എന്ന് പറയുന്നത്? അവരൊരു ക്വാളിറ്റി ഉണ്ടായിട്ടില്ലേ? ദാറ്റ്സ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. മറ്റുള്ളവരുടെ മനസ്സ് ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുക എന്നതാണ് ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, ഒരു പുഞ്ചിരി കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലെ സങ്കടങ്ങൾ മായ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ യു ആർ ദ ഗ്രേറ്റ് ലീഡേഴ്സ് ഇൻ ദ വേൾഡ്.